റഷ്യൻ യുക്രൈൻ യുദ്ധം തുടരുന്നതിനിടെ പുതിയ വെളിപ്പെടുത്തലുമായി ഇലോൺ മസ്ക്. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യ തോൽക്കില്ലെന്നാണ് മസ്ക് പറയുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പരാജയപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല. യുദ്ധം അവസാനിപ്പിക്കാൻ പുടിനുമേൽ സമ്മർദ്ദമുണ്ട്. എന്നാൽ യുദ്ധം ജയിക്കുക മാത്രമാണ് പുടിന് മുന്നിലുള്ള ഏക മാർഗം. യുക്രൈനിൽ നിന്ന് റഷ്യ പിന്മാറിയാൽ പുടിൻ വധിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് മസ്കിന്റെ അമ്പരപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. യുക്രൈൻ ഫണ്ടിംഗ് ബില്ലുമായി ബന്ധപ്പെട്ട് എക്സ് സ്പേസിൽ നടന്ന ചർച്ചയിൽ സംസാരിക്കുമ്പോഴായിരുന്നു മസ്കിന്റെ തുറന്നു പറച്ചിൽ. യുക്രൈന് ആയുധങ്ങൾ നൽകുന്നത് US അവസാനിപ്പിക്കണമെന്നും മസ്ക് ആവശ്യപ്പെട്ടു. യുദ്ധം നീളുന്നത് യുക്രൈന് ദോഷമേ ചെയ്യൂ എന്ന് റിപ്പബ്ലിക്കൻ സെനറ്റർ റോൺ ജോൺസൺ അഭിപ്രായപ്പെട്ടിരുന്നു. ഈ പ്രസ്താവനയെ മസ്ക് അനുകൂലിക്കുകയും ചെയ്തു. യുക്രൈന് വേണ്ടി ആയുധങ്ങളും പണവും നൽകുന്നത് വെറുതെയാണ്. അതവരെ സഹായിക്കില്ല. യുക്രൈൻ വിജയിക്കില്ല. അങ്ങനെ ചിന്തിക്കുന്നവർ സ്വപ്ന ലോകത്താണെന്നുമാണ് റിപ്പബ്ലിക്കൻ സെനറ്റർ പറഞ്ഞത്. റഷ്യയിൽ പുടിൻ അധികാരത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്നയാളാണ് മസ്ക്. എന്നാൽ ഇക്കാര്യത്തിൽ തികച്ചും പ്രായോഗികമായ നിലപാടാണ് മസ്ക് സ്വീകരിക്കുന്നത്. എതിർപ്പുകൾ ഉണ്ടെങ്കിലും പുടിനെ പുറത്താക്കാൻ ആർക്കും സാധിക്കില്ലെന്ന ചിന്താഗതിയാണ് മസ്കിനുള്ളത്. പുടിനെ പുറത്താക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അയാൾ ഒരിക്കലും സമാധാനപ്രിയനാവില്ലെന്നും മസ്ക് വ്യക്തമാക്കുന്നു. പുടിനെ പുറത്താക്കുന്നയാൾ പുടിനേക്കാൾ കർക്കശക്കാരനായ ഭരണാധികാരി ആയിരിക്കുമെന്നും മസ്ക് അഭിപ്രായപ്പെടുന്നു. റഷ്യൻ യുക്രൈൻ യുദ്ധത്തിൽ നേരത്തെയും സമാനമായ അഭിപ്രായം മസ്ക് തുറന്നു പറഞ്ഞിട്ടുണ്ട്. യുക്രൈന് വിജയമുണ്ടാകില്ലെന്ന് പറഞ്ഞ മസ്ക് സഹായം അഭ്യർത്ഥിച്ച യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ പരിഹസിക്കുകയും ചെയ്തിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ അവസാനിക്കുമെന്ന് കരുതിയ യുദ്ധമാണിപ്പോൾ വർഷങ്ങൾ നീളുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പിലുണ്ടായ ഏറ്റവും വലിയ സംഘർഷമായി റഷ്യ യുക്രൈൻ യുദ്ധം മാറിക്കഴിഞ്ഞു. യുദ്ധം യുക്രൈന് സമ്മാനിച്ചത് വലിയ നഷ്ടങ്ങളാണ്. 44 ദശലക്ഷം ജനസംഖ്യയുള്ള യുക്രൈനിൽ യുദ്ധാനന്തരം 14 ദശലക്ഷം പേർ അഭയാർത്ഥികളായതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 1,40,000-ഓളം കെട്ടിടങ്ങൾ തകർന്നു. യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് യുക്രൈൻ പൗരന്മാരും സൈനികരും കൊല്ലപ്പെട്ടു. 1,40,000-ഓളം കെട്ടിടങ്ങൾ തകർന്നു. യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് യുക്രൈൻ പൗരന്മാരും സൈനികരും കൊല്ലപ്പെട്ടു. റഷ്യയ്ക്ക് നിരവധി സൈനികരെ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു. റഷ്യയെ യുദ്ധം കാര്യമായി ബാധിച്ചിട്ടില്ല. യൂറോപ്പിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് റഷ്യയുടേത്. ചൈനയ്ക്കും ഇന്ത്യക്കും വൻതോതിൽ എണ്ണ കയറ്റുമതി ചെയ്ത് അമേരിക്കൻ സഖ്യത്തിന്റെ ഉപരോധത്തെ ഒരു പരിധിവരെ മറികടക്കാൻ അവർക്ക് കഴിഞ്ഞു. അതിനിടെ ആയുധ നിർമ്മാണം, സാങ്കേതിക വിദ്യയിലെ വളർച്ച, അതിനൂതന ആയുധങ്ങളുടെ വിതരണം എന്നിങ്ങനെ യുദ്ധാനന്തരം റഷ്യൻ ആയുധ വിപണി കൂടുതൽ വിപുലവും ശക്തവുമായി. ആയുധ വ്യവസായത്തിൽ റഷ്യ 2ാം സ്ഥാനത്താണ്. ആഗോള ആയുധ വിപണിയുടെ 20% റഷ്യയുടേതാണ്. മിസൈൽ സാങ്കേതിക വിദ്യ, മിസൈൽ പ്രതിരോധം, ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണം, ആണവ പോർമുന ഘടിപ്പിക്കാവുന്ന വിവിധ റേഞ്ചുകളിലുള്ള ആക്രമണ മിസൈലുകൾ എന്നീ മേഖലകളിൽ റഷ്യ കുതിച്ചുചാട്ടം തന്നെ നടത്തി. റഷ്യൻ നേവി അതിവേഗം അത്യന്താധുനികമായി മാറുകയാണ്. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേന ചൈനയുടേതാണ്. റഷ്യൻ സാങ്കേതിക വിദ്യ ചൈനീസ് നേവിയുടെ അതിവേഗ വളർച്ചയ്ക്ക് നിർണായക സംഭാവന നൽകുന്നുണ്ട്. നിലവിലെ സംഘർഷം നീണ്ടുപോകാനാണ് സാധ്യത. ഉപരോധവും സൈനിക നയതന്ത്രജ്ഞതയും മുൻനിർത്തി റഷ്യയെ ക്ഷീണിപ്പിക്കാനുള്ള നാറ്റോ സഖ്യത്തിന്റെ ശ്രമം വിജയിച്ചിട്ടില്ല.